നമസ്കാരം. കൊല്ലം പരവൂരിൽ കഞ്ചാവ് കച്ചവടം നടത്തുന്നത് എതിർത്തവരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 4-അംഗ സംഘത്തിലെ 1-ാം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ 1-ാം പ്രതി കലേഷിനെയാണ് ഇന്നലെ മയ്യനാട് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുക്കുളം സുനാമി ഫ്ളാറ്റിൽ ഫെബ്രുവരി 10-നാണ് സംഭവം. 2-ാം പ്രതി രാജൻ എന്ന സേവ്യറിനെ സംഭവ ദിവസം തന്നെ സുനാമി ഫ്ളാറ്റിൽ നിന്നും വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി അറസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ താമസക്കാരനായ ഗിരീഷിന്റെ ഫ്ളാറ്റിന് മുന്നിൽ കലേഷ് കഞ്ചാവ് വിൽപ്പന നടത്തുന്നത് തടഞ്ഞിരുന്നു. ഇതിൽ പ്രകോപിതനായ കലേഷ് ഗിരീഷിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ബന്ധുവായ സുധീഷ് ഇടപെട്ടു. ഈ വിരോധത്തിൽ കലേഷ് കൂട്ടാളികളായ രാജൻ എന്ന സേവ്യർ, സജിത്ത്, ഗോപു എന്നിവരുമായി രാത്രി 10 മണിയോടെ മാരകായുധങ്ങളുമായി ഫ്ളാറ്റിലെത്തിയ സഭ്യം വിളിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഗിരീഷിനെ ആക്രമിക്കുകയും ചെയ്തു. ഇയാളുടെ വയറ്റിലും ഇടതുവാരിയലിനും താഴെയാണ് കുത്തേറ്റത്. ശേഷം മറ്റു പ്രതികൾ കൂടി ചേർന്നുകൊണ്ട് ഗിരീഷിനെ നിലത്തിട്ട് ചവിട്ടുന്നതും ഇത് കണ്ടിട്ട് തടയാനെത്തിയ ഗിരീഷിന്റെ ബന്ധു സുധീഷിനെയും അയൽവാസിയായ ഷബീറിനെയും കലേഷ് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. മൂവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഗിരീഷ് അപകടനില തരണം ചെയ്തിട്ടില്ല. 1-ാം പ്രതി കലേഷിനെ മയ്യനാട് താന്നിയിൽ നിന്നുമാണ് പിടികൂടിയത്. പിടിയിലായ കലേഷ് നിരവധി ലഹരിമരുന്നു കേസുകളിലും വധശ്രമ കേസുകളിലും പ്രതിയാണ്. 3-ഉം 4-ഉം പ്രതികളായ സജിത്ത്, ഗോപു എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത്. വൈദ്യപരിശോധനയ്ക്കും തെളിവെടുപ്പിനും ശേഷം പ്രതി കലേഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.